പ്രിയപ്പെട്ടവരെ, എൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരാജയ ഭീതിയുള്ളവരാണ്, അല്ലേ? നമുക്ക് തോൽക്കുമോ എന്ന ഭയമാണ് പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു കണക്കെടുത്ത് നോക്കിയാൽ അറിയാം, നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചവരിൽ 99.9% ആളുകളും പരാജയത്തിൻ്റെ മധുരം അറിഞ്ഞവരാണ്. പരാജയത്തിൻ്റെ മധുരം എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, പരാജയത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആ മധുരം അറിഞ്ഞവനെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് കുതിക്കാൻ കഴിയുകയുള്ളൂ. പരാജയം ഒരു കയ്പായി മാറ്റി അതിൽ ഇടറി വീഴുന്ന ഒരാൾക്കും മുന്നോട്ടുള്ള പാത ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. മുന്നോട്ട് നീങ്ങാനുള്ള കരുത്ത് ആർജിക്കുന്നവൻ മാത്രമേ സക്സസ് അഥവാ വിജയത്തിലേക്ക് എത്തുന്നുള്ളൂ. ഈ വിജയത്തിൻ്റെ പാത നമ്മൾ എപ്പോഴും ഒരാളെ കാണുന്നത് അയാൾ വിജയിച്ച ശേഷമാണ്. വിജയിച്ച ശേഷം നമ്മൾ വിചാരിക്കും, അവൻ എത്ര പെട്ടെന്നാണ് വിജയിച്ചത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെ എത്ര ഈസി ആയിട്ടാണ് ഈ ഉയരങ്ങളിലെത്തിയത്. പക്ഷേ നമ്മൾ അവരോട് സംസാരിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ അറിയാൻ കഴിയും, എത്രയോ ദിവസങ്ങളുടെ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളുടെ ഉറക്കമില്ലാത്ത അധ്വാനമാണ് അയാളുടെ വിജയത്തിൻ്റെ രഹസ്യമെന്ന്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലും നമുക്ക് എന്തെങ്കിലും നേടണമെന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തേ മതിയാവും. നമുക്ക് സക്സസ്സിന് ഒരു ഷോർട്ട് കട്ടുമില്ല, വിജയത്തിന് യാതൊരു കുറുക്കു വഴികളുമില്ല കഠിനാധ്വാനമല്ലാതെ. അധ്വാനിക്കുക, അധ്വാനിക്കുക, വീണ്ടും അധ്വാനിക്കുക. ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് തിങ്കിങ് അഥവാ തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ടെർമിനോളജിയെ പറ്റിയാണ്. ആദ്യമായി തിങ്കിങ്. എന്താണ് തിങ്കിങ് അഥവാ ചിന്ത? ഇറ്റ് ഈസ് എ ഗോൾ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഐഡിയാസ്, സിംബൽസ് ആൻഡ് അസോസിയേഷൻസ് ഇനീഷ്യേറ്റഡ് ബൈ എ പ്രോബ്ലം ഓർ ടാസ്ക്. അതായത് ഒരു പ്രത്യേക ദിശയിലേക്ക് നമ്മുടെ ഐഡിയകളും സിംബലുകളും അസോസിയേഷനുകളും ഒരു ദിശയിൽ സഞ്ചരിക്കുകയും അതിനൊരു പ്രത്യേക രൂപം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ചിന്ത. നമ്മൾക്ക് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ, നമ്മളുടെ മുൻ പരിചയത്തിലുള്ള നമ്മളുടെ ഇമേജസ്, ഇമ്പൾസസ് എല്ലാം കൂടി അടുക്കി വെച്ച് നമ്മൾ ഒരു പ്രത്യേക ദിശയിലേക്ക് ഒരു മീനിങ് ഫുള്ളായിട്ട് സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചിന്ത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചിന്തയിലുള്ള വ്യതിയാനങ്ങൾ അഥവാ ഡിസ്റ്റർബൻസസ് ഇൻ തിങ്കിങ് എങ്ങനെയാണെന്ന് നോക്കാം. ചിന്തയെ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക രൂപത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം: ഫോം, സ്ട്രീം ആൻഡ് കണ്ടന്റ്. ഫോം അഥവാ ചിന്തയുടെ രൂപം, സ്ട്രീം അഥവാ ചിന്തയുടെ ഒഴുക്ക്, കണ്ടന്റ് അഥവാ ചിന്തയുടെ ആന്തരികമായ മീനിങ്, അതിൻ്റെ അർത്ഥം. ഈ മൂന്ന് തലത്തിലും നമുക്ക് ചിന്തയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസസ് ഓഫ് തിങ്കിങ് ഉണ്ടാവാം. ആദ്യമായി നമുക്ക് ഡിസ്റ്റർബൻസ് ഇൻ ഫോം ഓഫ് തിങ്കിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറലായിട്ട് നമ്മൾ ഡിസ്റ്റർബൻസ് ഇൻ ഫോം ഓഫ് തിങ്കിങ് നമ്മൾ പറയുന്നത് ഫോർമൽ തോട്ട് ഡിസോർഡർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതെന്താണ് ഫോർമൽ തോട്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റർബൻസസ് ഇൻ ദ ഫോം ഓഫ് തോട്ട് ഇൻസ്റ്റെഡ് ഓഫ് കണ്ടന്റ് ഓഫ് തോട്ട്, that is thinking characterized by loosened associations, neologisms, illogical constructs, thought process as a disordered, and the person is defined as psychotic. അപ്പോൾ ജനറലായിട്ട് ഫോർമൽ തോട്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ തോട്ടിൻ്റെ രൂപത്തിൽ നമ്മളുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ആ ചിന്ത വെളിപ്പെടുമ്പോൾ ഉണ്ടാവുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള വ്യതിയാനത്തിനെയാണ് നമ്മൾ ഫോർമൽ തോട്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. അടുത്തത് ഇല്ലോജിക്കൽ തിങ്കിങ്. ലോജിക്കൽ അല്ലാത്ത തിങ്കിങ്, അതിനാണ് ഇല്ലോജിക്കൽ തിങ്കിങ്. ദാറ്റ് ഈസ് തിങ്കിങ് കണ്ടെയ്നിങ് എറേനിയസ് കൺക്ലൂഷൻസ് ഓർ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ്. ഇറ്റ് ഈസ് സൈക്കോപത്തോളജിക്കൽ ഓൺലി വെൻ ഇറ്റ് ഈസ് മാർക്കഡ് ആൻഡ് വെൻ നോട്ട് കോസ്ഡ് ബൈ കൾച്ചറൽ വാല്യൂസ് ഓർ ഇൻ്റലക്ച്വൽ ഡെഫിസിറ്റ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇല്ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ഉണ്ട്. നമ്മളതിനെ അന്ധവിശ്വാസങ്ങളെന്നും അനാചാരങ്ങളെന്നും പല രീതിയിൽ നമ്മൾ അതിനെ പറയാറുണ്ട്. എന്നാൽ ഈ ഇല്ലോജിക്കൽ തിങ്കിങ് ഒരു പ്രശ്നമാവുന്നത്, അല്ലെങ്കിൽ സൈക്കോപത്തോളജിക്കൽ ആവുന്നത്, അത് ഒരു പരിധി കടക്കുമ്പോഴും അത് നമ്മുടെ
എന്താ പറയുക, കൾച്ചറൽ വാല്യൂസും ഇൻ്റലക്ച്വൽ ഡെഫിസിറ്റും അതീതമായിട്ടുള്ള ഒരു ചിന്തയായി മാറുമ്പോഴുമാണ്. അതാണ് ഇല്ലോജിക്കൽ തിങ്കിങ്. അടുത്തത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ടെർമിനോളജിയാണ് നിയോലോജിസം. അത് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും ഞാനിവിടെ പറയുകയാണ്. നിയോ മീൻസ് ന്യൂ, ലോജി മീൻസ് ലാംഗ്വേജ് ഓർ വേർഡ്. സോ നിയോലോജിസം മീൻസ് new word or language. So it's a new word created by the patient, often from combining syllables of other words or for idiosyncratic psychological reasons. എന്ത് കാരണം കൊണ്ടാണ്, നമുക്ക് അറിയാൻ പറ്റാത്ത ചില കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ആ രോഗി അല്ലെങ്കിൽ ആ വ്യക്തി മറ്റു വാക്കുകളിലെ ചില ശബ്ദങ്ങൾ ഉപയോഗിച്ച് പുതിയൊരു വാക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഇത് ഒരുപാട് തവണ PSC എക്സാമുകളിലും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിയോലോജിസം. അടുത്തത് വേർഡ് സാലഡ്. നമുക്കറിയാം എന്താണ് സാലഡ് എന്ന്, അല്ലേ? സാലഡിൽ എങ്ങനെയാണ് നമ്മൾ ഒരു പറ്റം, അതായത് ഈ തൈര്, ഇപ്പോൾ തൈര് സാലഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം തൈരിൽ ഒരു പറ്റം പരസ്പരം ലയിക്കാത്ത കുറേ വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത്. അത് മൊത്തത്തിൽ എടുക്കുമ്പോൾ അതിന് പല പല വാക്കുകൾ അല്ലെങ്കിൽ പല പല സാധനങ്ങൾ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്നും തമ്മിൽ ലയിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് വേർഡ് സാലഡ്. ഇറ്റ്സ് എ ഇൻകൊഹറൻറ്റ് മിക്സ്ചർ ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ വാക്കുകളുടെ മിക്സ്ചറിനെയാണ്, അത് മനസ്സിലാക്കാൻ പറ്റാത്ത വാക്കുകളുടെ മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേർഡ് സാലഡ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലാങ് അസോസിയേഷൻ. ക്ലാങ് എന്നുള്ള ശബ്ദം തന്നെ നമ്മൾ ആലോചിക്കുക. ക്ലാങ് ഇറ്റ്സ് എ പർട്ടിക്കുലർ സൗണ്ട്. നമ്മൾ പണ്ട് ബാലരമ അതുപോലെയുള്ളതൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഈ യുദ്ധത്തിൽ വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ക്ലാങ് എന്നിങ്ങനെ എഴുതി കാണിക്കും, അല്ലേ? അതുപോലെ ഒരു പ്രത്യേക ശബ്ദം ആണ് അത് സൂചിപ്പിക്കുന്നത്. സോ അസോസിയേഷൻ ഓഫ് വേർഡ്സ് സിമിലർ ഇൻ സൗണ്ട് ബട്ട് നോട്ട് ഇൻ മീനിങ്. വേർഡ്സ് ഹാവ് നോ ലോജിക്കൽ കണക്ഷൻ, മേ ഇൻക്ലൂഡ് റൈമിങ് ആൻഡ് പന്നിങ്. റൈമിങ് മീൻസ് ഇറ്റ്സ് നഴ്സറി സോങ് പോലെ ഒരു ഈണത്തിൽ, പന്നിങ് എന്ന് പറഞ്ഞാൽ പ്രാസം ഒപ്പിച്ച് പാടുക. അപ്പോൾ അങ്ങനെ പറയുന്നത് എല്ലാം ക്ലാങ് അസോസിയേഷനിൽ വരും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മങ്കി, പിങ്കി, പോങ്കി ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്ന 3 വാക്കുകളാണ്. നമ്മൾ റൈമിംഗ് ആയിട്ട് പറയാറുണ്ട്. അതുപോലെയുള്ള ഇപ്പം കുട്ടി, തട്ടി, പൊട്ടി, മുട്ടി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉണ്ടാവുന്ന ശബ്ദ സാമ്യമുള്ള കുറേ വാക്കുകൾ എന്നാൽ മീനിങ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്രകടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ക്ലാങ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി ഇൻകൊഹറൻസ്. ഇൻകൊഹറൻറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരാളുടെ തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് യൂഷ്വലി സ്പീച്ചിലാണ്. അയാളുടെ ആ തോട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തോട്ട് പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഇൻകൊഹറൻസ് എന്ന് പറയുന്നത്. ദ തോട്ട് ദാറ്റ് ഈസ് ജനറലി നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ, റണ്ണിങ് ടുഗെദർ ഓഫ് തോട്ട്സ് ഓർ വേർഡ്സ് വിത്ത് നോ ലോജിക്കൽ ഓർ ഗ്രമാറ്റിക്കൽ കണക്ഷൻ റിസൾട്ടിങ് ഇൻ ഡിസോർഗനൈസേഷൻ. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥ, നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അയാൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ഓർ ഇറ്റ് ഈസ് നോട്ട് കൊഹറൻറ്റ് ആയിട്ടുള്ള, നോൺ കൊഹറൻ്റ് ആയിട്ടുള്ള ഒരു സ്പീച്ചിനെയാണ് നമ്മൾ ഇൻകൊഹറൻറ്റ് തോട്ടിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഇൻകൊഹറൻസ്. അടുത്തത് ലൂസനിങ് ഓഫ് അസോസിയേഷൻസ്. എന്താണ് ലൂസനിങ് ഓഫ് അസോസിയേഷൻ? അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ തോട്ടിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തോട്ട് ഈസ് കൺസിഡേർഡ് ആസ് എ ട്രെയിൻ ഓഫ് തോട്ട് എന്നാണ് പറയുക. ഈ ട്രെയിനിലെ ഓരോ ബോഗികളായിട്ടാണ് നമ്മൾ ഓരോ ചിന്തയിലെ നമ്മുടെ ഓരോ ഐഡിയകളെ അല്ലെങ്കിൽ ഓരോ ഇമ്പൾസുകളെ നമ്മൾ ഓരോ ബോഗികളായി കണക്കാക്കുകയാണെങ്കിൽ ഓരോ ബോഗിയും അല്ലെങ്കിൽ ഓരോ ഇമ്പൾസും ഓരോ ഐഡിയയും തമ്മിൽ ഒരു ലോജിക്കൽ സീക്വൻസ് ഓഫ് കണക്ഷൻ ഉണ്ടാവാറുണ്ട് സാധാരണ ഒരു വ്യക്തിയിൽ. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള വ്യക്തികളിൽ ഈ ലോജിക്കൽ സീക്വൻസ് കണക്ഷൻ ഉണ്ടാവുകയില്ല. അതായത് ഓരോ ബോഗികളും തമ്മിലൊരു കണക്ഷൻ ഇല്ലെങ്കിലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേറിട്ട ബോഗികളോടെ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ എന്നുള്ള പോലെ ഒരവസ്ഥയായിരിക്കും ലൂസനിങ് ഓഫ് അസോസിയേഷൻ. എ ഫ്ലോ ഓഫ് തോട്ട് ഇൻ വിച്ച് ഐഡിയാസ് ഷിഫ്റ്റ് ഫ്രം വൺ സബ്ജക്റ്റ് ടു അനദർ ഇൻ എ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് വേ. വെൻ സിവിയർ ദ സ്പീച്ച് മേ ബി ഇൻകൊഹറൻറ്റ്. സോ അത് കൂടുതലായിട്ട് സിവിയർ ആവുന്ന സമയത്ത് നമുക്ക് അയാളുടെ സംസാരം മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അടുത്തത് സർക്കംസ്റ്റാൻഷ്യാലിറ്റി. ഇതും വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ പൊതുവേ പറയാറുണ്ട് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, അല്ലെങ്കിൽ വളഞ്ഞ് മൂക്ക് പിടിക്കുക എന്നുള്ള പല പദപ്രയോഗങ്ങൾ മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് പറയാറുണ്ട്.
അപ്പോൾ സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് സ്പീച്ച് ദാറ്റ് ഈസ് ഡിലേഡ് ഇൻ റീച്ചിങ് ദ പോയിന്റ് ബട്ട് ഈവൻച്വലി ഗെറ്റ്സ് ഫ്രം ദ ഒറിജിനൽ പോയിന്റ് ടു ദ ഡിസൈർഡ് ഗോൾ, characterized by over inclusion of details and parenthetical remarks. ഈ ഓവർ ഇൻക്ലൂഷൻ ഓഫ് ഡീറ്റെയിൽസ് എന്ന പോയിന്റ് ഒരിക്കലും മറക്കരുത്. കാരണം ദ പേഴ്സൺ ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം എ ഗോൾ, ഒരു പോയിന്റിൽ തുടങ്ങുകയും ആ പോയിന്റിൽ നിന്നും ഗോളിലേക്ക് എത്താൻ അയാൾ ഒരുപാട് സമയമെടുക്കുകയും അത് എന്തുകൊണ്ടാണ്? അവിടെ ഓവർ ഇൻക്ലൂഷൻ ഓഫ് ഡീറ്റെയിൽസ് ആൻഡ് പാരന്തറ്റിക്കൽ റിമാർക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് നമ്മൾ കൂടുതൽ ആയിട്ട് ഒരു കാര്യത്തിനെ പറ്റി ഓവർ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അവസാനം ആ പോയിന്റിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സർക്കംസ്റ്റാൻഷ്യാലിറ്റി. സോ ജസ്റ്റ് കൺസിഡർ എ സർക്കിൾ. We start from a point and by rotating all around we reach the same point. So that is circumstantiality. Next word is tangentiality. So you may be studied tangent to a circle in your mathematical classes and all. So it's a line touching at a single point which is perpendicular to the radius of the circle. So that one point, so the person will start from a particular point and he will deviate away from that point and never come to the original point. So it's inability to have a goal directed association of thought. The patient never gets from the desired point to the desired goal. ഒരു കാര്യത്തിൽ തുടങ്ങി അയാൾ അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് അങ്ങ് പോവും, പിന്നെ ഒരിക്കലും തിരിച്ച് സർക്കംസ്റ്റാൻഷ്യാലിറ്റിയിലുള്ളതുപോലെ തിരിച്ച് അയാൾ വരികയില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജൻഷ്യാലിറ്റി. നെക്സ്റ്റ് വേർഡ് ഈസ് പെർസീവറേഷൻ. പെർസീവറേഷൻ, അതിൽ നിങ്ങൾ ഇത്ര ആലോചിക്കുക, പെർസീവറേഷനിലെ PERS, so that is the beginning word of the definition, that is persisting response to a prior stimulus even after a new stimulus has been presented. അത് നമ്മൾ ഇപ്പം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആദ്യം ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഒരു പേഷ്യൻറ്റിനോട് അയാളുടെ പേര് ചോദിക്കുന്നു, അയാൾ ആ പേര് പറയുന്നു. അടുത്ത നിങ്ങൾ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയുന്നു. പിന്നെ അച്ഛൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വീണ്ടും പറയുന്നു. അതായത് ആദ്യം കൊടുത്ത സ്റ്റിമുലസിന് വീണ്ടും വീണ്ടും റെസ്പോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, പുതിയ സ്റ്റിമുലസ് എടുക്കാതിരിക്കുക. സോ പെർസിസ്റ്റിംഗ് റെസ്പോൺസ്, പെർസീവറേഷൻ ഈസ് persisting response to a prior stimulus. Next word is verbigeration. So it's a meaningless repetition of specific words or phrases. എന്തെങ്കിലും ഒരു വാക്കോ ഒരു ഫ്രേസോ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ്, വാക്കുകളുടെ കൂട്ടത്തെ അദ്ദേഹം, ഈ പറഞ്ഞ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതിനെയാണ് നമ്മൾ വെർബിജറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇറലവൻറ്റ് ആൻസർ. ഫ്രം ദ വേർഡ് itself it is clear. ആൻസർ ദാറ്റ് ഈസ് നോട്ട് ഇൻ ഹാർമണി വിത്ത് ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. സിമ്പിൾ.